ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭർത്താവ് നഷ്ടപ്പെട്ട മസൂദ് അസറിന്റെ സഹോദരി നയിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊടും ഭീകരനായ മസൂദ് അസറിനെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. അതിന്റെ പ്രതികാരം തീർക്കാനാകാം തലപ്പത്ത് മസൂദ് അസറിന്റെ സഹോദരിയെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്നതെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പുതിയ വനിതാ വിഭാഗം ആരംഭിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തങ്ങളുടെ ആദ്യ വനിതാ വിഭാഗത്തിന് ജമായത്ത് ഇൽ മോമിനാത്ത് എന്ന് പേര് നൽകിയിരിക്കുന്നതായും ഭീകര സംഘടന പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഐക്യരാഷ്ട്രസഭ ഭീകരനായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് മേധാവി മൗലാന മസൂദ് അസറിന്റെ പേരിൽ ഈ പുറത്തിറക്കിയ കത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭർത്താവ് കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ സഹോദരിയായിരിക്കും ഭീകര സംഘടനയുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നതെന്നും ഈ കത്തിലൂടെയാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. പുതിയ യൂണിറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രക്രിയ ഒക്ടോബർ 8 ബുധനാഴ്ച, അതായത് വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ ബഹൽപൂരിലെ മാർക്സ് ഉസ്മാൻ അലിയൻ ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ ആ പ്രചരണ മാധ്യമമായ അൽ-ഖലം മീഡിയ ആണ് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. മസൂദിന്റെ സഹോദരി സാദിയ അഫ്ഗാൻ നേതൃത്വം നൽകുന്ന ജമായത്ത് ഉൽ മോമിയാത്തിന് ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാരുടെ ഭാര്യമാരെയും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയുമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കുന്നു. മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം ജെയ്ഷെ മുഹമ്മദിന്റെ മാർക്സ് സുബ്ഹാനള്ള ബേസ് ആകട്ടെ വളരെയധികം നല്ല രീതിയിൽ ആക്രമിച്ചപ്പോഴായിരുന്നു മസൂദ് അസറിന്റെ സഹോദരിയുടെ ഭർത്താവ് യൂസഫ് കൊല്ലപ്പെടുന്നത്. മുൻകാലങ്ങളിൽ സ്ത്രീകൾ സായുധ ജിഹാദിൽ ഏർപ്പെടുന്നതിനെ യുദ്ധരംഗത്ത് പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ഇത്തരത്തിൽ പുതിയൊരു നീക്കം നടത്തുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു നയപരിഷ്കരണം തന്നെയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനി സ്ത്രീകളെയും പെൺകുട്ടികളെയും രംഗത്തിറക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമാണ് സംഘടന ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കുന്നു. 2001 പാർലമെന്റ് ആക്രമണവും 2019 പുൽവാമ ചാവേർ ആക്രമണവും ഉൾപ്പെടെ തന്നെ ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങളിലെല്ലാം തന്നെ ജെയ്ഷെ മുഹമ്മദ് ഇവരെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ തന്നെ പാകിസ്ഥാൻ തെക്കൻ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ഉള്ളിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന ബഹാവൽപൂരിലെ JMM ആസ്ഥാനമാകട്ടെ ഇന്ത്യൻ സേന ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്റെ കുടുംബത്തിലെ 10 അംഗങ്ങളും 4 സഹായികളും കൊല്ലപ്പെട്ടതായി മസൂദ് അസർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 1994 ഇന്ത്യയിൽ അറസ്റ്റിലാവുകയും എയർ ഇന്ത്യ AC-814 വിമാനം റാഞ്ചിയതിനെ തുടർന്നുകൊണ്ട് മോചിപ്പിക്കപ്പെടുകയും ചെയ്ത അസറിൻ്റെതായി പുറത്തുവന്ന ഒരു പ്രസ്താവനയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൻ്റെ മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ്, ഒരു സഹോദരപുത്രനും ഭാര്യയും ഒരു സഹോദരപുത്രി കൂടാതെ തന്നെ കുടുംബത്തിലെ 5 കുട്ടികളുമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുകയും ഇതിൻ്റെ തിരിച്ചടിയായി തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ ആക്രമണം അല്ലെങ്കിൽ പ്രകോപനകരമായ പ്രസ്താവന രംഗത്തിറക്കി വനിതകളുടെ സംഘടന രൂപീകരിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.